സന്ദേശം അറിയിക്കുവാൻ ഈ രാവിലെ സമയം ദൈവം ഞങ്ങളെ ഒരുക്കിയതിനായി നന്ദി പറയുന്നു. ഈ ദേശത്തെ ആ വചനം ഉൾക്കൊള്ളുവാനായിട്ട് ഈ ശബ്ദവരിലായിരിക്കുന്ന ദൈവത്തിന്റെ ജനത്തെ ഒരുക്കിയതിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. യേശുക്രിസ്തുവിന്റെ പ്രഭാഷണത്തിന്റെ പ്രാരംഭത്തിൽ ദൈവരാജ്യം സമീപിച്ചിരിക്കുകയാൽ നിങ്ങൾ മാനസാന്തരപ്പെടുകയും എന്നുള്ള സദ്വർത്തമാനം യേശുക്രിസ്തു ലോകത്തെ അറിയിച്ചു. അതിൽ നിന്ന് അണുവിടെ വ്യത്യാസം വരാതെ ഞങ്ങൾക്കും പറയുവാനുള്ളത് യേശുക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ സുവിശേഷമാണ്. ഇന്ന് പ്രഭാതത്തില് ഈ ദേശനിവാസികൾ ഈ സുവിശേഷം കേൾക്കുവാനായിട്ട് ഒരല്പസമയം ഈ ശബ്ദം ശ്രദ്ധിക്കണമെന്ന് ദൈവനാമത്തിൽ ചോദിക്കുകയാണ്. തുടർന്ന് പാട്ടുകളിലൂടെയും ദൈവവചനത്തിലൂടെയും നിങ്ങളോട് ദൈവസ്നേഹ സന്ദേശം അറിയിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അർത്ഥമെന്തു സോദരരെ, അർത്ഥമെന്തു സോദരരെ, നാഥന്റെ വാക്കുകൾക്ക് അർത്ഥമെന്തു സോദരരെ, അർത്ഥമെന്തു സോദരരെ, അർത്ഥമെന്തു സോദരരെ, നാഥന്റെ വാക്കുകൾക്ക് അർത്ഥമെന്തു സോദരരെ. ഭക്ഷണത്തെക്കാൾ വലിയതാണ് ജീവനെന്നും വസ്ത്രത്തെക്കാൾ ശരീരം വലിയതെന്ന ചൊല്ലുകൾക്കും അർത്ഥമെന്ത്. ഭക്ഷണത്തെക്കാൾ വലിയതാണ് ജീവനെന്നും വസ്ത്രത്തെക്കാൾ ശരീരം വലിയതെന്ന ചൊല്ലുകൾക്കും അർത്ഥമെന്ത്. അർത്ഥമെന്ത് സോദരരെ, അർത്ഥമെന്ത് സോദരരെ, നാഥന്റെ വാക്കുകൾക്ക് അർത്ഥമെന്ത് സോദരരെ. അഹങ്കരിക്കും പിടപിടിക്കും നിന്റെ ലോകവിദ്യകൾക്കും ഡിഗ്രിക്കും PGക്കും ഗ്രാജുവേഷൻ സെറിമണിക്കും ലോകത്തിൻ വിദ്യകൾക്കും വിദ്യാഭ്യാസത്തിനും തരുവാൻ കഴിയില്ല ജീവനും ശരീരവും. അഹങ്കരിക്കും പിടപിടിക്കും നിന്റെ ലോകവിദ്യകൾക്കും ഡിഗ്രിക്കും PGക്കും ഗ്രാജുവേഷൻ സെറിമണിക്കും ലോകത്തിൻ വിദ്യകൾക്കും വിദ്യാഭ്യാസത്തിനും നാഥന്റെ വാക്കുകൾക്ക് അർത്ഥമെന്തു സോദരരെ, അർത്ഥമെന്തു സോദരരെ, അർത്ഥമെന്തു സോദരരെ, നാഥന്റെ വാക്കുകൾക്ക് അർത്ഥമെന്തു സോദരരെ. ലോകമേ കേൾക്കൂ നാഥൻ മൊഴികൾ വെല്ലുവിളിയ, സർവകലാശാലകളെ ഏറ്റെടുക്കു വെല്ലുവിളിയെ. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി, ഗാന്ധി യൂണിവേഴ്സിറ്റി, ലോകകലാശാലകളെ പങ്കെടുക്കു വെല്ലുവിളിയിൽ. ലോകമേ കേൾക്കൂ നാഥൻ മൊഴികൾ വെല്ലുവിളിയാൽ, സർവകലാശാലകളെ ഏറ്റെടുക്കു വെല്ലുവിളിയെ. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി, ഗാന്ധി യൂണിവേഴ്സിറ്റി, ലോകകലാശാലകളെ ഏറ്റെടുക്കു വെല്ലുവിളിയെ. അർത്ഥമെന്തു സോദരരെ,
അർത്ഥമെന്തു സോദരരെ, നാഥന്റെ വാക്കുകൾ അർത്ഥമെന്തു സോദരരെ. ദൈവത്തിന്റെ വലിയ നാമം വാഴ്ത്തപ്പെടുകയും മാറ്റപ്പെടുകയും ചെയ്യട്ടെ. മഹാപ്രപഞ്ചത്തിന്റെ ഒരു ചെറുകണികയായ ഈ ഭൂമിയിലെ 7 വൻകരകളിലെ ഒരു വൻകരയായ ഏഷ്യ വൻകരയിലെ പല രാജ്യങ്ങളിലെ ഒരു രാജ്യമായ ഇന്ത്യയിലെ പല സ്റ്റേറ്റുകളിലെ ഒരു സ്റ്റേറ്റായ കേരളത്തിലെ ഒരു ജില്ലയായ എറണാകുളത്ത് രാജഗിരി ഹോസ്പിറ്റലിനോട് സമീപം മഹാദൈവത്തിന്റെ മാനവരാശിയെക്കുറിച്ചുള്ള അരുളപ്പാട് അറിയിക്കുന്ന ഒരു ടീമിനെയാണ് നിങ്ങൾ ഇപ്പോൾ ശ്രദ്ധിക്കുന്നത്. വിശുദ്ധ ബൈബിൾ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു സന്ദേശമാണ് നിങ്ങളെ അറിയിക്കുന്നത്. ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, രാജത്വത്തിന്റെ ഈ സുവിശേഷം സർവരാഷ്ട്രങ്ങൾക്കും സാക്ഷ്യമായി ലോകത്തിന്റെ അതിർത്തികൾ വരെ അറിയിക്കും, അതോടെ യുഗം അവസാനിക്കും. യേശുക്രിസ്തു മറ്റൊന്നുകൂടി പറഞ്ഞു, ആകാശം മാറും, ഭൂമി മാറും, പക്ഷെ എന്റെ വാക്കുകൾക്ക് യാതൊരു മാറ്റവും ഉണ്ടാവുകയില്ല. അപ്പൊ ഈ രാജത്വത്തിന്റെ സുവിശേഷം സർവജനങ്ങളെയും അറിയിക്കുന്നതിന്റെ ഭാഗമായി GTN ജംഗ്ഷൻ ആലുവ രാജഗിരി ഹോസ്പിറ്റലിന് സമീപം അറിയിപ്പാൻ സ്വർഗത്തിലെ ദൈവം തിരുവുള്ളമുണ്ടായി. എന്താണ് രാജ്യത്തെ സുവിശേഷം? ആരാണിത് പ്രസംഗിച്ചത്? എന്താണ് ഇതിലൂടെ ദൈവം മാനവരാശിക്ക് തരുന്ന സന്ദേശം? ഈ സന്ദേശം ഞാൻ ഏറ്റെടുത്താൽ അതുകൊണ്ടുള്ള ഗുണം എന്ത്? ഇത് എങ്ങനെ എനിക്ക് ഏറ്റെടുക്കാൻ കഴിയും എന്നീ ചിന്തകൾ ഏതാനും മിനിറ്റുകൾ കൊണ്ട് നിങ്ങളെ അറിയിച്ച് ഞങ്ങളിവിടുന്ന് കടന്നു പോവുകയാണ്. പ്രിയ സഹോദരനെ, നമ്മുടെ ജീവിതം നോക്കുക. കുറച്ചു ദിവസം ഇവിടെ ജീവിക്കും, കുറച്ചു ദിവസത്തിനുള്ളിൽ മരണം വന്ന് നമ്മളെ ജപ്തി ചെയ്യും. ഇപ്പോൾ നാം ഉപയോഗിക്കുന്ന ആ 2 കാലുകൾ ചലിക്കാൻ പറ്റാതെയാവും. ആ ശരീരത്തിന്റെ ഉള്ളിലുള്ള നമ്മൾ ശരീരത്തിൽ നിന്ന് പുറത്തിറങ്ങും. ആ ശരീരത്തിൽ നമ്മൾ പുറത്തിറങ്ങുമ്പോൾ നമുക്ക് ആ ശരീരത്തെ പിന്നെ ചലിപ്പിക്കാൻ കഴിയുകയില്ല. എന്നാൽ മരണം ഒരു നല്ലൊരു ബിസിനസ് അവസരമാണ്. ഈ മരണം ഉള്ളത് കൊണ്ടാണ് ഈ ലോകത്തിലെ ഹോസ്പിറ്റലുകളിൽ നല്ല കച്ചവടം നടക്കുന്നത്. മരണം നല്ല ഒരവസരമായതുകൊണ്ടാണ് മെഡിക്കൽ ഷോപ്പുകൾക്ക് നല്ല കച്ചവടം നടക്കുന്നത്. മരണം നല്ലൊരു അവസരമായതുകൊണ്ടാണ് ഇതാ MBBS, MD തുടങ്ങിയവ പഠിപ്പിക്കുന്ന കലാലയങ്ങൾക്ക്, മെഡിക്കൽ കോളേജുകൾക്ക് ഒരവസരമായി തീർന്നത്. അപ്പൊ മരണം നല്ലൊരു ബിസിനസ് അവസരമാണ്. ഹോസ്പിറ്റലുകൾക്ക് പണം കൊയ്യാനുള്ള അവസരം, മെഡിക്കൽ ഷോപ്പുകാർക്ക് പണം കൊയ്യാനുള്ള അവസരം, മെഡിക്കൽ കോളേജുകൾക്ക് പണം കൊയ്യുവാനുള്ള അവസരം. എത്രയൊക്കെ പണം കൊയ്താലും, അതായത് മരിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഈ പണം കൊയ്യുന്നത്. പക്ഷേ ഇതുവരെയും ഒരു ഹോസ്പിറ്റല് പോലും ഒരു കേസിന് പോലും ജയിച്ചിട്ടില്ല. മനുഷ്യനെ റിപ്പയർ ചെയ്യുന്ന വർക്ക്ഷോപ്പാണ് ഹോസ്പിറ്റലുകൾ. കാർ റിപ്പയർ ചെയ്യുന്ന വർക്ക്ഷോപ്പ് പോലെ. എന്നാൽ മനുഷ്യനെ റിപ്പയർ ചെയ്ത് ഒരു കേസ് പോലും മരണമില്ലാതെ ആക്കുവാനായിട്ട് ഇതുവരെ ലോകത്തിലെ ഒരു ഹോസ്പിറ്റലിലും കഴിഞ്ഞിട്ടില്ല. മരണം നല്ലൊരു ബിസിനസ് അവസരമായി ഉപയോഗിക്കുകയാണ്. എന്നാൽ പ്രിയ സഹോദരങ്ങളെ, ഇതിന്റെ നടുവിൽ ഈ ലോകത്തിലെ ഒരു ചിന്തകൾക്കും
ഒരു യൂണിവേഴ്സിറ്റിക്കും ഒരു രാഷ്ട്രീയ സംഘടനയ്ക്കും എന്റെയും നിങ്ങളുടെയും മരണത്തെ മാറ്റുവാൻ കഴിയാതെ ഇരിക്കുമ്പോ സ്വർഗത്തിലെ ദൈവം തന്റെ പുത്രനിലൂടെ ആരംഭിച്ച പദ്ധതിയിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മരണം മാറ്റി നമ്മളെ നിത്യം ദൈവത്തിന്റെ മക്കളാക്കി, ദൈവത്തിന്റെ കുടുംബക്കാരാക്കി, ദൈവത്തിന്റെ അവകാശികളും ദൈവത്തിന്റെ ഏകപുത്രനായ ക്രിസ്തുവിനോട് ചേർന്ന് കൂട്ടവകാശികളുമാക്കി മാറ്റുന്ന, ചുരുക്കി പറഞ്ഞാൽ ദൈവത്തിന്റെ വീട്ടുകാരാക്കി മാറ്റുന്ന സന്ദേശമാണ് രാജ്യത്വ സുവിശേഷം. അത് പ്രസംഗിച്ചത് ദൈവപുത്രനായ ക്രിസ്തുവാണ്. സ്നാപക യോഹന്നാനാണ്, ക്രിസ്തുവിന്റെ ശിഷ്യന്മാരാണ്. തുടർന്ന് നമ്മളത് പ്രസംഗിക്കുവാൻ നമ്മളെ ഏൽപ്പിച്ചുമിരിക്കുന്നു. ആ സന്ദേശം നിങ്ങളെ അറിയിക്കുകയാണ്. നിങ്ങൾ വെറുതെ മരിക്കണ്ട. ദൈവം നിങ്ങളെ ഉണ്ടാക്കിയത് മരിക്കുവാൻ വേണ്ടിയല്ല, പകരം വിശുദ്ധ വേദപുസ്തകം പറയുന്നത് നാം ദൈവത്തോടുകൂടെ ജീവിക്കാനാണ് ദൈവം നമ്മളെ ഉണ്ടാക്കിയത്, നമ്മളെ നിയമിച്ചാക്കിയത്. വിശുദ്ധ ബൈബിളിൽ 5:9-10 പറയുകയാണ്, ദൈവം നമ്മെ കോപത്തിനല്ല നിയമിച്ചാക്കിയിരിക്കുന്നത്, അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത്. പകരം നാം ദൈവത്തോട് കൂടെ ജീവിക്കേണ്ടതിന്. ഇതാണ് രാജ്യത്വ സുവിശേഷം. ദൈവത്തോട് കൂടെ ജീവിക്കുക. ദൈവത്തോട് കൂടെ ജീവിക്കേണ്ടതിന് തന്റെ പുത്രനായ ക്രിസ്തു മുഖാന്തരം രക്ഷ പ്രാപിക്കാൻ അത്രയും നിയമിച്ചത്. ഇതാണ് രക്ഷയുടെ സുവിശേഷം. രാജ്യത്വ സുവിശേഷത്തിന്റെ ഉള്ളിലുള്ള സുവിശേഷമാണ് രക്ഷയുടെ സുവിശേഷം. ഒരു കോഴിമുട്ട എടുത്താൽ കോഴിമുട്ട പുഴുങ്ങിക്കൊണ്ടെന്ന് കഴിഞ്ഞാൽ അതിന്റെ പുറമേ വെള്ളയുണ്ട്, വെള്ള. എന്നാൽ അതിന്റെ ഉള്ളിൽ ഉണ്ണിയുണ്ട്, മഞ്ഞ കളറിലുള്ള ഉണ്ണി. ഇതേപോലെ രാജ്യത്വ സുവിശേഷം നാം ദൈവത്തോടുകൂടെ ജീവിക്കുന്ന ജീവിതമാണ് രാജ്യത്വ സുവിശേഷമെങ്കിൽ അതിന്റെ ഉള്ളിലെ ആ മുട്ടയ്ക്ക് വെള്ളയുടെ ഉള്ളിലെ ഉണ്ണിയൻ മഞ്ഞ കളറുള്ള ഉണ്ണി എന്നതുപോലെ ഇതാ രക്ഷയുടെ സുവിശേഷം അതിന്റെ ഉള്ളിലുള്ള തന്റെ പുത്രനായ ക്രിസ്തുവിലൂടെയുള്ള സന്ദേശമാണ്. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, എന്താ നിങ്ങളോട് പറയുന്നതെന്ന് പറഞ്ഞാൽ, നിങ്ങൾ വെറുതെ മനുഷ്യരോടുകൂടെ ജീവിച്ച് മരിച്ച് അവസാനിക്കാനല്ല ദൈവം നിയമിച്ചാക്കിയിരിക്കുന്നത്. പകരം ഞാനും നിങ്ങൾ ദൈവത്തോടുകൂടെ ജീവിക്കാനാണ് ദൈവം നിയമിച്ചിരിക്കുന്നത്. എന്നാൽ ഈ സന്ദേശം മനുഷ്യർക്ക് അറിയില്ല. നിങ്ങളോട് അറിയിക്കുകയാണ്. എന്നെയും നിങ്ങളെയും ദൈവം ഇൻവൈറ്റ് ചെയ്യുകയാണ്. നിങ്ങളുടെ വീട്ടിൽ വന്ന് ഇതാ ഒരാൾ തന്റെ മകന്റെ കല്യാണത്തിന് വിളിക്കുന്നത് പോലെ സ്വർഗത്തിലെ ദൈവം ഇതാ ഞങ്ങളെ ഓരോരുത്തരെയും ഈ തെരുവിലേക്ക് ഇറക്കി നിങ്ങളെ ദൈവിക ഭവനത്തിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ് തന്റെ പുത്രനായ ക്രിസ്തുവിലൂടെ. അങ്ങനെ ദൈവത്തോട് ഒരുമിച്ച് ക്രിസ്തുവിൽ നാം ഒന്നായി ഒരു കുടുംബമായി തീരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. അത് നിങ്ങളെ അറിയിക്കുകയാണ്. നാളെ ഞങ്ങളിത് അറിഞ്ഞില്ല കേട്ടില്ല എന്നൊന്നും പറയരുത്. ഈ രാജ്യത്വ സുവിശേഷം ഞങ്ങൾ നിങ്ങളെ അറിയിച്ചിരിക്കുകയാണ്. ദൈവം നിങ്ങൾക്കായി കാത്തിരിക്കുന്നു. ദൈവിക ഭവനത്തിലേക്ക് നിങ്ങളെ വിളിക്കുകയാണ്. വിശുദ്ധ ബൈബിൾ ഇങ്ങനെയാണ് അവസാനിക്കുന്നത്. ഇതാ ദൈവത്തിന്റെ കൂടാരം മനുഷ്യരോടുകൂടെ, ദൈവം മനുഷ്യരോടുകൂടെ പാർക്കും. അപ്പോൾ ദൈവവും മനുഷ്യരും, മരണമില്ലാത്ത ദൈവവും മരണമുള്ള മനുഷ്യരും കൂടെ ഒരുമിച്ച് പാർക്കുമ്പോൾ, അതാ ഒരു പുഴയും സമുദ്രവും കൂടെ ഒരുമിച്ച് ചേരുമ്പോൾ പുഴ സമുദ്രമായി മാറുന്നത് പോലെ മരണമില്ലാത്ത ദൈവവും മരണമുള്ള മനുഷ്യനും കൂടെ ഒരുമിച്ച് ചേരുമ്പോൾ മനുഷ്യന്റെ മരണം മാറി മനുഷ്യൻ ജീവനുള്ള ദൈവത്തിന്റെ ഭാഗമായി മാറുകയാണ്. അതിനായി നിങ്ങളെ ഏവരെയും സ്വർഗത്തിലെ ദൈവം തന്റെ പുത്രനായ ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിന്റെ അവയവങ്ങളായ ഞങ്ങളിലൂടെ തന്റെ ഭവനത്തിലേക്ക് ക്ഷണിക്കുകയാണ്. ഇതാണ് ഞങ്ങൾ നിങ്ങളോട് പറയുന്ന യേശു ക്രിസ്തു പ്രസംഗിച്ച സുവിശേഷം. ഇതാണ് ഒന്നാമത്തെ സന്ദേശം. ദൈവ ഭവനത്തിലേക്ക് കടന്നു വരുവാനുള്ള ഇൻവിറ്റേഷൻ തരികയാണ് ദൈവത്തിന്റെ മക്കളായി, ക്രിസ്തുവിന്റെ കൂട്ടവകാശികളായി. ഇപ്പോൾ ഈ ശബ്ദ കാഴ്ച പരിധിയിൽ കേട്ടാൽ നിങ്ങൾക്ക് പലർക്കും ആഗ്രഹമുണ്ട്. അതിനെന്താ, ഞങ്ങൾക്ക് സന്തോഷമല്ലേ ഉള്ളൂ, ദൈവഭവനത്തിലേക്ക് വരാൻ സന്തോഷമല്ലേ ഉള്ളൂ, ഇതാ ഞങ്ങൾ വരുന്നു എന്നൊരു ചിന്തയാണെങ്കിൽ നിങ്ങളുടെ ചിന്ത നല്ലതാണ്, ആഗ്രഹം നല്ലതാണ്. പക്ഷേ ആ ദൈവഭവനത്തിലേക്ക് വരണമെങ്കിൽ പാപവുമായി പൊരുത്തപ്പെട്ടു പോകാൻ കഴിയാത്ത, അശുദ്ധിയുമായി പൊരുത്തപ്പെട്ടു പോകാൻ കഴിയാത്ത ദൈവത്തിന് അശുദ്ധിയിലും പാപത്തിലും ജീവിക്കുന്ന നമ്മളുടെ ആ സമ്മതം കൊണ്ട് മാത്രം കാര്യമില്ല.
പകരം ഇന്ന് ഞാനും നിങ്ങളും പാപനിമിത്തം ലോകമെന്ന ജയിലിൽ, പിശാച് എന്ന ജയിലറുടെ കയ്യിൽ കുടുക്കപ്പെട്ട് കിടക്കുകയാണ്. അവിടെ നിന്ന് എന്നെയും നിങ്ങളെ രക്ഷിച്ചെടുക്കണം. ഇതാണ് ഞങ്ങൾ പറയുന്ന രണ്ടാമത്തെ സന്ദേശം, ദൈവരാജ്യത്തിന്റെ ഉള്ളിലെ സുവിശേഷം. ആ കോഴിമുട്ടയ്ക്കുള്ളിലെ വെള്ളയ്ക്കുള്ളിലെ മഞ്ഞക്കുരു എന്നതുപോലെ. അപ്പോ ഈ ലോകത്തിന്റെ കുടുക്കിലാക്കപ്പെട്ട നമുക്ക് ഈ ദൈവിക സന്ദേശം നമ്മളെ ദൈവ കുടുംബത്തിലേക്ക് ഇൻവൈറ്റ് ചെയ്തുവെങ്കിലും നമുക്ക് അങ്ങോട്ടേക്ക് പ്രവേശിക്കാൻ കഴിയില്ല. കാരണം പാപത്താൽ നമ്മൾ പുറത്താക്കപ്പെട്ടവരാണ്. ഇവിടെ പാപത്തിന് പരിഹാരം ചെയ്തെങ്കിൽ മാത്രമേ എനിക്കും നിങ്ങൾക്കും ദൈവത്തോടുകൂടെ ജീവിക്കാൻ കഴിയുകയുള്ളൂ. അങ്ങനെയെങ്കിൽ നിങ്ങൾ ചിന്തിക്കും, ഏത് ഗവൺമെന്റിൽ ഏത് ആപ്ലിക്കേഷൻ കൊടുത്താൽ, ഏത് യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചാൽ എനിക്ക് പാപത്തിൽ നിന്ന് പരിഹാരം കിട്ടും? പ്രിയ മകളെ, ഇവിടെ ഒരു യൂണിവേഴ്സിറ്റിയുടെ കയ്യിലും ഒരു ഗവൺമെന്റിന്റെ കയ്യിലും ഈ ലോകത്ത് എവിടെയും ഇതാ പാപത്തിന് പരിഹാരമില്ല. ഒരു റേഷൻ കടയിലും അതില്ല, ഒരു യൂണിവേഴ്സിറ്റിയിലുമില്ല, ഒരു ഗവൺമെന്റിന്റെ കയ്യിലും അതില്ലാതെ ഇരിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം തന്നെ പാപത്തിന് പരിഹാരമായി ചെയ്ത ഒരു പദ്ധതിയാണ് തന്റെ പുത്രനായ ക്രിസ്തുവിലൂടെ സ്വർഗത്തിലെ ദൈവം. പാപത്തിന്റെ ശമ്പളം മരണം, രക്തം ചിന്തൽ കൂടാതെ പാപമോചനമില്ല എന്ന ദൈവത്തിന്റെ നിയമം നിവർത്തിക്കാൻ തക്കവണ്ണം തന്റെ പുത്രനായ ക്രിസ്തുവിനെ ഈ ഭൂമിയിലേക്ക് ഏകദേശം 3.5 വർഷം യേശു ക്രിസ്തു തന്റെ പിതാവ് ഇതാ നമ്മളോടൊപ്പം താമസിക്കുവാൻ ആഗ്രഹിക്കുന്ന ദൈവരാജ്യം സമീപിച്ചതെങ്കിലും നീ മാനസാന്തരപ്പെടുവില്ലെന്ന ഒന്നാമത്തെ സന്ദേശം ഇവിടെ അറിയിച്ചു. തുടർന്ന് എന്നെയും നിങ്ങളെയും ആ ദൈവ കുടുംബത്തിലേക്ക് എത്തിപ്പാൻ പാപങ്ങൾക്ക് പരിഹാരമായി തന്റെ ശുശ്രൂഷയുടെ അവസാനം കാൽവറി ക്രൂശിൽ യാഗമായി എന്റെയും നിങ്ങളെയും പാപത്തിന് വേണ്ടി ദൈവപുത്രനായ ക്രിസ്തു കാൽവറി ക്രൂശിൽ യാഗമായി എന്ന നഗ്ന സത്യം ഞങ്ങൾ നിങ്ങളെ അറിയിക്കുകയാണ്. യേശു മരിച്ചത് എന്റെയും നിങ്ങളുടെയും പാപത്തിന് വേണ്ടിയാണെന്നുള്ള സത്യം തിരിച്ചറിഞ്ഞ് അത് വിശ്വസിച്ചുകൊണ്ട് ആ യേശുവിനെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിച്ച് യേശുവെ അനുഗമിച്ച് അനുസരിപ്പാൻ പ്രിയമകളെ നീ തീരുമാനമെടുക്കുന്നുവെങ്കിൽ ഇതാ നിനക്ക് ഈ ലോകമെന്ന ജയിലിൽ പാപനിമിത്തമായിരിക്കുന്ന തടവറയിൽ നിന്ന് സൗജന്യമായി രക്ഷപ്പെട്ടുകൊണ്ട് യേശുവിനെ അനുഗമിച്ച് അനുസരിച്ച് ഇതാ ഞങ്ങൾ നിങ്ങളോട് പറഞ്ഞ യേശു പ്രസംഗിച്ച ഒന്നാമത്തെ സന്ദേശമായ ദൈവ കുടുംബത്തിലേക്ക്, ദൈവരാജ്യത്തിലേക്ക്, ദൈവത്തോടൊപ്പമുള്ള ജീവിതത്തിലേക്ക് ക്രിസ്തു മാർഗം, ക്രിസ്തു മുഖാന്തരം എത്താമെന്നുള്ള കാര്യം നിങ്ങളെ അറിയിക്കുകയാണ്. ഞങ്ങൾ ഈ പറഞ്ഞ 2 സന്ദേശത്തിന് മറ്റൊരു ടൈറ്റിൽ ഞങ്ങൾ നിങ്ങൾക്ക് തരാം. ഒന്ന് ലക്ഷ്യം, മറ്റൊന്ന് മാർഗം. ലക്ഷ്യം ദൈവപിതാവുമായ ക്രിസ്തുവിൽ ഒരു കുടുംബ ജീവിതത്തിലേക്കാണ്. ദൈവരാജ്യം സമീപിച്ചു, നിങ്ങൾ മാനസാന്തരപ്പെടുവേ. മാർഗം ഇതാണ് രക്ഷയുടെ സുവിശേഷം. ദൈവപുത്രനായ ക്രിസ്തുവിലൂടെ ഞാനും നിങ്ങളും ആ കാൽവരി ക്രൂശിൽ യേശു ക്രിസ്തു പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴിയായി ആ പുതിയ സൃഷ്ടിയിലൂടെ ഞാനും നിങ്ങള് ദൈവഭവനത്തിൽ എത്തണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയമകളെ ആ ലക്ഷ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് എന്റെയും നിങ്ങളുടെയും ദൈവം നമ്മളെ മരിക്കുവാൻ വേണ്ടിയല്ല, ലോകത്തിലൊരു കച്ചവടച്ചരക്കായിട്ട് അവസാനിക്കാനല്ല എന്നെയും നിങ്ങളെയും നിയമിച്ചാക്കിയത്. പകരം വിശുദ്ധ ബൈബിൾ പറയുന്നു, അതൊരു ജാതിയുടെ പുസ്തകമല്ല, മതത്തിന്റെ പുസ്തകമല്ല, സംഘടനയുടെ പുസ്തകമല്ല, ദൈവം തന്റെ ജനത്തിന് തരുന്ന സ്നേഹ സന്ദേശമാണ്. ആ ബൈബിൾ പറയുന്നു, ദൈവം നമ്മളെ കോപത്തിനല്ല, ദൈവത്തോടൊപ്പം ജീവിക്കാനാണ് നമ്മളെ നിയമിച്ചാക്കിയിരിക്കുന്നത്. അതാണ് ഒന്നാമത്തെ സന്ദേശം. അതിനുവേണ്ടി തന്റെ പുത്രനായ യേശു ക്രിസ്തുവിലൂടെ രക്ഷ പ്രാപിപ്പാൻ അത്രയും നിയമിച്ചത്. ഇതാണ് രണ്ടാമത്തെ സന്ദേശം. എന്റെ പ്രിയ മക്കളെ, ദൈവ കുടുംബമായ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുവാൻ ദൈവം എന്നെയും നിങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുകയാണ്. അതിലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം നിങ്ങളെ ഏവർക്കും വേണ്ടി, ദൈവത്തിന് വേണ്ടി നിങ്ങളെ ഏവരെ ക്ഷണിച്ചുകൊണ്ട് ഞങ്ങളിതാ അടുത്ത സ്ഥലത്തേക്ക് കടന്നു പോവുകയാണ്. എന്റെ പ്രിയ സഹോദരങ്ങളെ, ഒരു പ്രാവശ്യം കൂടെ ഓർപ്പിക്കട്ടെ, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ദൈവ കുടുംബത്തിൽ അംഗമാകണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്നൊരു ചോദ്യമുണ്ടെങ്കിൽ വേറൊന്നുമല്ല, ആകാശത്തിൽ മനുഷ്യരുടെയും മനുഷ്യരക്ഷയ്ക്കായി മറ്റൊരു നാമവും സ്വർഗസ്ഥ പിതാവ് നമുക്ക് നൽകിയിട്ടില്ല, യേശു ക്രിസ്തു എന്ന നാമമല്ലാതെ. അതുകൊണ്ട് വിശ്വസിക്കുക, യേശു കാൽവരിയിൽ മരിച്ചത് എന്റെ പാപത്തിന് വേണ്ടിയാണ്, എന്നെ മരണത്തെ വിടുവിക്കുവാൻ വേണ്ടിയാണ്, ലോകം എന്ന തടവറയിൽ നിന്ന് എന്നെ വിടുവിക്കുവാൻ വേണ്ടിയാണ്. ഇത് വിശ്വസിച്ചുകൊണ്ട് യേശുവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിച്ച് യേശുവെ കർത്താവ് രക്ഷിതാവുമായി സ്വീകരിച്ച് തുടർന്നുള്ള നാളുകളിൽ താൻ കർത്താവായി സ്വീകരിച്ച, തലയായി സ്വീകരിച്ച യേശുവിനെ തലയെ അംഗീകരിച്ച്
അനുഗമിച്ചനുസരിക്കുന്നുവെങ്കിൽ പ്രിയമകനെ ദൈവത്തോടുകൂടിയുള്ള ജീവിത നിയമനത്തിലേക്ക് എത്തിച്ചേരുവാൻ കഴിയുമെന്ന് നിങ്ങളെ ഏവരെയും ഓർപ്പിക്കുകയാണ്. അതുകൊണ്ട് താമസിക്കേണ്ട, എന്നെ കേൾക്കുന്ന ഈ സമയം തന്നെ ഹൃദയത്തിൽ ഒരു മനപരിവർത്തനം ഉണ്ടാകട്ടെ. എനിക്ക് ലോകം വേണ്ട, മനുഷ്യരോടുകൂടി ജീവിച്ച് മരിക്കുന്ന ആ അവസ്ഥയല്ല എനിക്ക് വേണ്ടത്. ദൈവത്തോടുകൂടി നിത്യം ജീവിപ്പാൻ യേശുവിലൂടെ ഒരുക്കിയ രക്ഷാമാർഗത്തെ യേശു ഏറ്റു പറഞ്ഞുകൊണ്ട് ആ പിതാവിന്റെ അടുക്കിലേക്ക് യേശു അനുഗമിച്ച് യാത്ര ചെയ്യുവാൻ തീരുമാനമെടുത്താട്ടെ. അതിനായി ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് കടന്നു പോവുകയാണ്. അതിനു മുമ്പായി ഞങ്ങളുടെ സഹോദരങ്ങൾ 2 നോട്ടീസുകൾ നിങ്ങളെ തന്നിട്ടുണ്ട്. അത് ഒന്ന് ഒരു ട്രാക്റ്റാണ്. നമ്മളെ കുറിച്ചുള്ള ദൈവത്തിന്റെ ആലോചന അതിൽ എഴുതിയിട്ടുണ്ട്. ഞങ്ങളോട് പ്രസംഗിച്ചിട്ട് കടന്നു പോയാലും നിങ്ങളുടെ ഹൃദയം അത് പെട്ടെന്ന് മറന്നുപോകും. എന്നാൽ ആ ട്രാക്ട് ഇത് മറക്കാൻ നമ്മളെ സമ്മതിക്കാതെ നമ്മളെ സഹായിക്കും. അതുകൊണ്ട് നിങ്ങളത് വായിക്കുക. രണ്ടാമത്തേത്, ഇവിടെ എറണാകുളം ഡിസ്ട്രിക്റ്റിൽ പൂക്കാട്ടുപടിയിൽ പഞ്ചായത്ത് റോഡ് എന്ന് പറയുന്ന സ്ഥലത്ത് പ്രാർത്ഥനാലയം എന്ന പേരിൽ ഒരു ധ്യാന കേന്ദ്രം കഴിഞ്ഞ 22 വർഷമായി പ്രവർത്തിച്ചു വരുന്നു. എല്ലാ മാസവും ആദ്യ തിങ്കളാഴ്ച ആരംഭിച്ച് ശനിയാഴ്ച അവസാനിക്കുന്ന ആ ദൈവവചന ധ്യാനത്തിലേക്ക് നിങ്ങൾ ഏവരെയും ഞങ്ങൾ ക്ഷണിക്കുകയാണ്. ജീവിതത്തിൽ തകർന്നു പോയവർ, എന്നെ സ്നേഹിക്കാൻ ആരുമില്ല, രോഗങ്ങൾ, മറ്റു ദുഃഖങ്ങൾ, മറ്റു പ്രയാസങ്ങൾ, കടബാധ്യതകൾ, മറ്റു പല പ്രയാസങ്ങളുള്ളവർ അവിടെ കടന്നു വന്ന് അവിടെ അമ്മ ആശ്വസിപ്പിക്കുന്നത് പോലെയുള്ള ദൈവത്തിന്റെ ആശ്വാസം വചനത്തിലൂടെ അവിടെ പ്രാപിക്കാറുണ്ട് എന്ന കാര്യം നിങ്ങൾ ഓർപ്പിക്കുകയാണ്. അതുകൊണ്ട് ദൈവം ഒരുക്കിയ ഈ സ്ഥലത്തേക്ക് നിങ്ങൾ ഏവരെ ക്ഷണിക്കുകയാണ്. അടുത്ത ധ്യാനം നാളെ തുടങ്ങുകയാണ്. ഫെബ്രുവരി 3-ാം തീയതിയാണ്. നിങ്ങൾ ഏവരെയും മറ്റന്നാൾ തുടങ്ങുകയാണ്. ഫെബ്രുവരി 3-ാം തീയതി നിങ്ങൾ ഏവരെയും അങ്ങോട്ടേക്ക് ക്ഷണിക്കുകയാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. മാത്രമല്ല, ദൈവരാജ്യത്തെ സുവിശേഷത്തെ കുറിച്ച് എനിക്ക് കൂടുതലായി അറിയണം താല്പര്യമുള്ള ഏവർക്കും ആ ധ്യാനത്തിൽ കടന്നു വരാവുന്നതാണ്. കൂടുതലായി അറിയുവാന്റെ താഴെ ഞങ്ങൾ ടെലിഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിൽ നിങ്ങൾ വിളിക്കുന്നുവെങ്കിൽ ഞങ്ങൾ നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും. ഇതാ, ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. ഒരു വാക്ക് പ്രാർത്ഥിക്കുക. ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, ഈ ദേശവാസികളെ, ഈ രാജഗിരി ഹോസ്പിറ്റലിന്റെ പരിസരത്തുള്ള എല്ലാവരെയും അങ്ങയുടെ കരങ്ങളിൽ എത്തിക്കുന്നുണ്ട്. ബിസിനസ്സുകളെ, അവരുടേതായ എല്ലാ വരുമാന മാർഗങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ കുടുംബങ്ങളെ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ക്രിസ്ത്യൻ വാഴുന്ന ഈ മണ്ഡലത്തിൽ സമാധാനമില്ലാതെ കരയുന്ന മക്കളെ ഏവരെയും അങ്ങയുടെ കരങ്ങളിൽ എത്തിക്കുന്നു. അങ്ങയുടെ സാന്ത്വനവും തേജസ്സും അങ്ങയുടെ മക്കളോട് കൂട്ടായിരുന്നുകൊണ്ട് അവരോരോരുത്തരെയും വിടുവിച്ച് അങ്ങയുടെ സന്ധിയിൽ എത്തിക്കുവാൻ അങ്ങ് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ ദേശത്തെ ദേശവാസികളെ അനുഗ്രഹിക്കുന്നു. ഈ സന്ദേശം ഈ ദേശത്ത് പ്രസംഗിച്ചത് കൊണ്ട്, ഇത് പുളിപ്പായതുകൊണ്ട്, ഈ പുളിപ്പ് മാവിലധികം വ്യാപരിക്കുന്നത് പോലെ ദൈവരാജ്യം ദൈവജനത്തിന്റെ ഹൃദയങ്ങളിൽ വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ആശംസിച്ചും അനുഗ്രഹിച്ചുകൊണ്ട് ഞങ്ങൾ കടന്നു പോകുന്നു. ദൈവം നിങ്ങളെ ഏവരെയും സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഇതാ, ഈ ദേശം ദൈവരാജ്യ സുവിശേഷത്തിന് സാക്ഷ്യം വഹിച്ചിരിക്കുന്നു. നന്ദി, നമസ്കാരം.